ഹായ് ഗേയ്സ്, അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉഴുന്നവടയാട്ടോ. അതിനുവേണ്ടി ഒരു 3 മണിക്കൂർ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതാ അരയ്ക്കുവാണ്. ആദ്യമേ ഞാൻ ചെറിയ ജാറിൽ അരച്ചു, പക്ഷെ പിന്നെ വലിയ ജാറിൽ അരയ്ക്കേണ്ടി വന്നു കേട്ടോ, കാരണം അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾക്ക് സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി, ഇഞ്ചി, കരിവേപ്പില, പിന്നെ ഒരു 3 പച്ചമുളക്, എരിവൊക്കെ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ലേശം കായപ്പൊടി ഞാൻ ചേർത്തു ഇതിലേക്ക്. ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങളെ കാണിച്ചു തരുവാണേ. ഇങ്ങനെയാണ് ഞാൻ ഇട്ടതെന്ന്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് കേട്ടോ, ഉപ്പ് മറക്കരുത്. നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഇതുപോലെയാണ് പരത്തിയിട്ട് ഞാൻ ഇടുന്നത്. എല്ലാവർക്കും അവരുടേതായ ഇഷ്ടത്തിൽ ഉഴുന്നുവട ഉണ്ടാക്കാം കേട്ടോ, ഷേപ്പിലും കാര്യങ്ങളിലും ഒക്കെ. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ പരത്തിയാണ് ഉണ്ടാക്കുന്നത്. ജസ്റ്റ് ഒന്ന് അപ്പം തന്നെ മറിച്ചിടാൻ നോക്കുക. കണ്ടോ, നല്ല രീതിയിലുള്ള മാവ് വരുവാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ മറിച്ചിടാൻ പറ്റും കേട്ടോ. അതല്ല, വെള്ളം എന്തെങ്കിലും കൂടിപ്പോയോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് മറിച്ചിടാൻ പറ്റത്തില്ല, ജസ്റ്റ് അത് പൊട്ടിപ്പോവും. അങ്ങനെ വിചാരിക്കുക. പിന്നെ മാവ് ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെള്ളം ഒരിക്കലും നല്ല രീതിയിൽ യൂസ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് അരയ്ക്കാനുള്ളതിന് മാത്രം ഉപയോഗിക്കാവുള്ളൂ. വെള്ളം ഇട്ടാൽ തന്നെ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒന്ന് മൂക്കാൻ വേണ്ടി കുറച്ച് മാവ് അതിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി തൊട്ടരികിൽ ഞാൻ കട്ടൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗീസ്. അതാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ 4-4:30 ആയി. അപ്പോൾ ഞാൻ കട്ടൻ ചായയും ഉഴുന്നുവടയും കൂടിയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഉണ്ടാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ കട്ടൻ ചായ കുടിച്ചുകൊണ്ടാണ് ഞാൻ ഉഴുന്നുവട ഉണ്ടാക്കുന്നത് ഗീസ്. അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് ഞാൻ ഇടാൻ പോവാം കേട്ടോ. ഈ നല്ല മുരിമുരാന്നിരിക്കും കേട്ടോ. പിന്നെ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എണ്ണ ചൂടാകാൻ വേണ്ടി നല്ല രീതിയിൽ എണ്ണ നമുക്ക് തീ കൂട്ടി വയ്ക്കാം. അതുപോലെ തന്നെ ഉഴുന്നുവട അതിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം തീ വളരെ കുറച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇരുന്ന് വെന്താൽ മതി. തെറുതി ഒന്നും പിടിക്കേണ്ട. അവിടെ കിടന്ന് നല്ല രീതിയിൽ മൂത്തിട്ടൊക്കെ എടുത്താൽ മതി. ഞാനിപ്പം മറിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല മുരിമുരാന്നിരിക്കുന്ന ഉഴുന്നുവട കേട്ടോ ഗീസ്. ഉള്ളൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഉഴുന്നുവടയുടെ കൂട്ട് റെഡി ആയതുകൊണ്ടാണ് അത്രയും നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒട്ടും ചേർക്കരുത്. പിന്നെ ഉണ്ടാക്കുമ്പോൾ തന്നെ ലേശം ആ മാവിലേക്ക് ലേശം റവയും കൂടെ ചേർക്കുക. കുറച്ച് റവ, ഒരു 3 ടീസ്പൂൺ റവ ചേർത്തു. എന്നിട്ടൊരു അരമണിക്കൂർ ഒന്നത് മാറ്റി വയ്ക്കുക കേട്ടോ. എന്നിട്ടേ ഉണ്ടാക്കാവുള്ളൂ. ജസ്റ്റ് അപ്പം തന്നെ അരച്ചപ്പം തന്നെ ഉണ്ടാക്കരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം.